ഞാൻ ബഹുമാനപ്പെട്ട ചോദിക്കട്ടെ, സുരേട്ടൻ ഞാനിപ്പോ എന്റെ കടലോരമായ മകനെ, ചോദ്യം എന്റെ വരുന്നു. മക്കളെ തലയിലൊരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിലൊരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കോ? MES സമ്മതിക്കോ? ക്രിസ്ത്യൻ സംഘങ്ങൾ സമ്മതിക്കും? പൊതുസമൂഹത്തിലാണ് നമ്മൾ സുരേട്ടാ, ഇതിപ്പോ അരമീട്ട് തുണി തലയിലിട്ട പെൺകുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്നുള്ള വിഷയമല്ലേ ചേട്ടാ? നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് തലച്ചോറില്ലാത്തവന്മാരെ ഏതെല്ലാം വേദികളിൽ കെട്ടിയിരുത്തുന്നു. സ്വന്തമായിട്ട് തലച്ചോറില്ലാത്തവന്മാരെ എന്തിനേരം ഒരു പാർട്ടിയുടെ സമീപകാലം വരെ പ്രസിഡന്റ് സ്വന്തമായിട്ട് തലയുടെ അകത്ത് തലച്ചോറില്ലാത്തവനായിരുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റവും ബഹുമാന പുരസ്സരം കാണുന്ന ഇരുമുടിക്കെട്ട് അവർ തോളിന് തലയിലേക്ക് ഇടാറുണ്ട്. ആ സാധനം നിലത്തിട്ട് ചവിട്ടി ഈ നാട് കൂട്ടിച്ചോറാക്കാൻ നോക്കിയപ്പോൾ CCTV ദൃശ്യത്തിൽ അത് കൃത്യമായിട്ട് പതിയുകയും നാണം കെട്ട സ്വന്തമായിട്ട് തലച്ചോറില്ലാത്തവനെ വരെ ഒരു ബഹുജന പരിപാടിക്ക് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയ്ക്ക് പ്രവേശിപ്പിക്കുന്നില്ലേ? അപ്പം നമ്മുടെ നാട്ടുകാർ ഒരു അരമീറ്റർ തുണി തലയിലിട്ട കൊച്ചിനെ കയറ്റുന്നതിനാണ് പ്രശ്നം. സ്വന്തമായിട്ട് തലച്ചോറില്ലാത്തവരെ നമ്മൾ എവിടെല്ലാം കയറ്റുന്നു. ഇതൊക്കെ ഒരു വിഷയമാണ് ചേട്ടാ. പിന്നെ മണ്ഡലകാലത്ത് ശബരിമലയിൽ പോകാൻ വേണ്ടി വ്രതം നോക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ തന്നെയാണെങ്കിലും കറുപ്പെടുത്ത് മാലയിട്ടുകൊണ്ട് സ്കൂളിൽ വരുമ്പം അവരെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും അവരോട് ബഹുമാനം കാണിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ബഹുസ്വരതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേട്ടാ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ തലച്ചോറില്ലാത്ത കാര്യം മറന്നു പോരുത്. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കയ്യിൽ. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം.